പ്രവീൺ കുമാർ, കോൺഗ്രസിന്റെ DC അധ്യക്ഷൻ പ്രവീൺ കുമാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. ഭരണഘടനാ സ്ഥാപനമായ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്വം ഭരിക്കുന്ന പാർട്ടിയെ CPM തൂക്കി വിൽക്കുന്ന കാഴ്ചയാണ് കോഴിക്കോട് കാണുന്നത്. കോഴിക്കോട്ടെ CPM-നകത്ത് നടക്കുന്നത് ആശയപരമായ തർക്കങ്ങളല്ല, മാഫിയകൾ തമ്മിലുള്ള പോരാട്ടമാണ്. അവർ തമ്മിലുള്ള പല കച്ചവട കണക്കുകളുടെയും തർക്കത്തിനൊടുവിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. ഇത് വളരെ ഗൌരവകരമാണ്. ഇന്ന് കോഴിക്കോട് നടക്കുന്ന പല മാഫിയയുടെ പിന്നിൽ കോറി മാഫിയ, മണൽ മാഫിയ, മദ്യമാഫിയ, സ്വർണ്ണക്കടത്ത് എല്ലാത്തിന്റെയും പുറകിൽ മന്ത്രി റിയാസിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘമുണ്ട് എന്നുള്ളത് വാർത്ത വളരെ സജീവമായി പുറത്തുവരികയാണ്. എല്ലാത്തിലും മന്ത്രിക്ക് പങ്കുണ്ട് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു സമഗ്രമായ അന്വേഷണം വേണം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ കേരളത്തിൽ, പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായ കേരളത്തിൽ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ നിഷ്പക്ഷത ഉണ്ടാവില്ല, സത്യം കണ്ടെത്താൻ സാധിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലുള്ള പോലീസ് അന്വേഷണമാണ് കോൺഗ്രസിൽ ആവശ്യപ്പെടുന്നത്. അതല്ലെങ്കിൽ ഈ ആരോപണങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം, സത്യം പുറത്തു വരണം. CPM-ന്റെ ഈ കള്ളത്തരങ്ങൾ കൊണ്ട് കോഴിക്കോട്ടെ പൊതുസമൂഹം മലീസപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഈ ഓരോ വാർത്തകളും നമ്മൾ ഞെട്ടിക്കുന്നതാണ്. ഇവിടുത്തെ ഓരോ തർക്കങ്ങളുടെയും പിന്നിൽ മധ്യസ്ഥത വഹിക്കുന്നത് CPM-കാരാണ്. അവരതിന് വാങ്ങുന്ന തുകകൾ ലക്ഷങ്ങളും കോടികളുമാണ്. CPM-നകത്തുള്ള മാഫിയ തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഓരോ വാർത്തയും പുറത്തു വരുന്നത്. ഇത് CPM-ലുള്ള അഴിമതിയുടെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. വിശാലമായ മേഖല പുറത്തു കിടക്കുകയാണ്. എല്ലാം പുറത്തു കൊണ്ടുവരണം. അതിന് സമഗ്രമായ അന്വേഷണം നടക്കണം. അന്വേഷണം ഒരിക്കലും കേരള പോലീസിൻ്റെതാവരുത്. CPM സഖാക്കൾക്ക് പണത്തിനോട് ആർത്തി കൂടുന്നു എന്നുള്ള MV ഗോവിന്ദൻ മാഷ്ട പ്രസ്താവനയും കൂട്ടി വേണം ഈ സംഭവത്തെ കാണാൻ എന്നുകൂടിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പ്രവീൺ കുമാറാണ് DC അധ്യക്ഷൻ പ്രതികരിച്ചത്. ഏതായാലും BJP ഈ വിഷയത്തിൽ 10 വർഷത്തെ ഈ PSC അംഗങ്ങളുടെ നിയമനം അന്വേഷിക്കണം എന്ന ആവശ്യം MT രമേശ് ഉന്നയിച്ച പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. മറ്റൊരു വാർത്തയിലേക്ക്